നസ്കം കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കം തുടരുകയാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ക്ലാരിറ്റി ആർക്കുമില്ല. ഇന്നലെ കോൺഗ്രസ് പാർട്ടിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 63 ജനപ്രതിനിധികളോടും ഹൈക്കമാൻഡിൻ്റെ പ്രത്യേക നിരീക്ഷക സംഘം സംസാരിച്ചു. CPM-ൻ്റെ ഉന്നത നേതാക്കളായിരിക്കവേ UDF-ൻ്റെ സ്ഥാനാർത്ഥികളായി മത്സരിച്ച 3 MLA-മാരടക്കം ജി സുധാകരനും കുഞ്ഞികൃഷ്ണനും KT മുകുന്ദനും അടക്കമുള്ളവരോട് ഇക്കാര്യങ്ങൾ ചോദിച്ചു. മഹാഭൂരിപക്ഷം പേരുടെയും പിന്തുണ KC വേണുഗോപാലിനാണ്. ഏതാണ്ട് 47 പേരുടെ പിന്തുണ കിട്ടി എന്നാണ് വേണുഗോപാലിൻ്റെ സംഘം പറയുന്നത്. എന്നാൽ 35 പേരുടെ പിന്തുണ തനിക്ക് കിട്ടിയെന്നാണ് VD സതീശൻ ക്യാമ്പ് പറയുന്നത്. രമേശ് ചെന്നിത്തല ക്യാമ്പ് അവകാശപ്പെടുന്നത് 23 പേരുടെ പിന്തുണ. ആകപ്പാട് 63 പേരേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, കൂടുതൽ പിന്തുണ MLA-മാർക്കിടയിൽ കിട്ടിയിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ താങ്കൾ ആഗ്രഹിക്കുന്നു എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏതാണ്ട് പകുതിയിലധികം പേർ ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് റിപ്പോർട്ട് കൊടുത്തത്. ഇത് വളരെ സ്വാഭാവികമാണ്. കാരണം സീറ്റ് നിർണയത്തിൻ്റെ അവസാനത്തെ അധികാരി KC വേണുഗോപാലായിരുന്നു. അന്തിമ ലിസ്റ്റ് നോക്കി കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം KCക്കായിരുന്നു. അതുകൊണ്ട് തന്നെ KC തന്നെ പിന്തുണയ്ക്കുന്നവർക്കാണ് പ്രാധാന്യം കൊടുത്തത്. A ഗ്രൂപ്പ് VD സതീശനൊപ്പമാണ്, I ഗ്രൂപ്പ് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പവും. ഈ 2 ഗ്രൂപ്പുകളായിരുന്നു പരമ്പരാഗതമായി ഇവിടെയുള്ളത്. 2 ഗ്രൂപ്പുകളിലെയും ചില MLA-മാർ പോലും, അതായത് VD സതീശനും രമേശ് ചെന്നിത്തലയും പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില MLA-മാർ പോലും KC വേണുഗോപാലിനെ പിന്തുണച്ചു. 2 കാരണം. ഒന്ന്, അവർക്ക് സീറ്റ് കൊടുത്തത് താൻ വിചാരിച്ചതുകൊണ്ടാണ് എന്ന ഒരു തോന്നലുണ്ടാക്കി കൊടുത്തു. VD സതീശൻ ഏറ്റവും വിശ്വസനായ മുഹമ്മദ് ഷിയാസ് VDക്ക് വേണ്ടി തന്നെയാണ് നിന്നത്. VDയുടെ പേരാണ് പറഞ്ഞത്. VD അല്ലാതൊരു മുഖ്യമന്ത്രി അദ്ദേഹം ചിന്തിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പോലും സ്വകാര്യ സംഭാഷണങ്ങളിൽ പറയുന്നു തനിക്ക് സീറ്റ് ഉറപ്പാക്കിയത് KC ആണെന്ന്. ഈ ഒരു കൂറുകൊണ്ട് പലരും KCക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. KC വിചാരിച്ചതുകൊണ്ട് മാത്രം സീറ്റ് കിട്ടിയ രമ്യ ഹരിദാസിനെയും പഴകുളം മധുവിനെയും പോലെയുള്ളവരുണ്ട്. അവരൊക്കെ ജീവൻ കൊടുത്തും KCക്ക് വേണ്ടി ഒപ്പം നിൽക്കുകയാണ്. അങ്ങനെ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ KC ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം സാധാരണ പ്രവർത്തകരുടെ പിന്തുണ, ജനപിന്തുണ, അത് 90% VD സതീശനൊപ്പമാണ്. എന്നാൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ പലരും, അവർക്ക് വോട്ടവകാശമൊന്നുമില്ല, പാർട്ടിയിലെ നേതാക്കന്മാരെന്ന് പറയുന്നവർ, അതായത് നമ്മളൊക്കെ നിരന്തരം കാണുന്ന നേതാക്കൾ, രമേശ് ചെന്നിത്തലയുടെ പേരാണ് പറയുന്നത്. ചെന്നിത്തലയാണ് പാർട്ടിയിലെ സീനിയോറിറ്റി, ചെന്നിത്തലയ്ക്കാണ് അർഹത എന്ന് പറയുന്നവരാണ് അവർ. VD സതീശനാണ് ജനപിന്തുണ, ചെന്നിത്തലയ്ക്കാണ് സീനിയോറിറ്റിയും പരിചയവും, KC വേണുഗോപാലിനാണ് MLA-മാരുടെ പിന്തുണ. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്നത്. ഈ അവസ്ഥയിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും തണ്ടം കൊളുത്ത് പ്രകടനങ്ങളും തെരുവ് യുദ്ധങ്ങളും ഒക്കെ നടക്കുമ്പോൾ കൂടുതൽ സാധ്യത ഇപ്പോൾ KC വേണുഗോപാലിന് തന്നെയാണ്, VD സതീശനല്ല. VD സതീശന് ജനപിന്തുണ മഹാഭൂരിപക്ഷം, കൂടുതലെന്നല്ല, മഹാഭൂരിപക്ഷം പ്രവർത്തകരും കോൺഗ്രസ് പാർട്ടി അല്ലാത്ത ആളുകളും VD സതീശന് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ VD സതീശൻ മുഖ്യമന്ത്രി അവൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ MLA-മാരുടെ പിന്തുണയും മറ്റ് കാരണങ്ങളും കൊണ്ട് VD സതീശനേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് KC വേണുഗോപാലിനാണ്. ആകപ്പാട് VD സതീശൻ മുഖ്യമന്ത്രിയാവാനുള്ള ആകെ സാധ്യത ജനരോക്ഷത്തിന് മുൻപിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മുട്ടുമടക്കുമോ എന്നത് മാത്രമാണ്. പക്ഷേ ഈ ജനരോഷം അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നു. ജനരോക്ഷത്തെ പോലും ഹൈക്കമാൻഡിൽ എത്തിച്ചിരിക്കുന്നത് VD സതീശൻ കൃത്യമായി പ്ലാൻ ചെയ്ത് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ, VD സതീശൻ്റെ സോഷ്യൽ മീഡിയ ടീം കൃത്യമായി പ്ലാൻ ചെയ്ത് ജനത്തെ ഇളക്കി വിട്ടതാണെന്നാണ്. VD സതീശൻ്റെ സ്പോൺസേഡ് സമരങ്ങളാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് ഹൈക്കമാൻഡിന് നിരീക്ഷകർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. വാസ്തവത്തിൽ അത് അവാസ്തവമാണ്. അതിസ്വാഭാവികമായി രൂപപ്പെട്ടതാണ് VD സതീശന് വേണ്ടി തെരുവിലിറങ്ങിയവർ. ഇത് അച്ചടക്കലംഘനമാണെന്നും ഹൈക്കമാൻഡിനെ ഭയപ്പെടുത്തി അധികാരം പിടിച്ചെടുക്കാൻ VD സതീശൻ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമാണ് നിരീക്ഷകർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. നിരീക്ഷകർ ഇന്നലെ തന്നെ മടങ്ങി. അജയ് മക്കാന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷക സംഘം ഇന്നലെ തന്നെ മടങ്ങി. അവർ ഡൽഹിയിൽ ചെന്ന് കാർഗയെ കാണും, കാർഗയ്ക്ക് റിപ്പോർട്ട് കൊടുക്കുമെന്നാൽ രാഹുൽ ഗാന്ധിയുമായും സംസാരിക്കും. രാഹുൽ ഗാന്ധി കഴിയുന്നതും ഈ തർക്കത്തിൽ നിന്ന് മാറി നിൽക്കാനും അതിനുള്ള പൊതുവെയുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാനുമാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ പോയി തിരിച്ചു വന്ന രമേശ് ചെന്നിത്തലയുടെ മുഖഭാവം വളരെ വ്യക്തമായിരുന്നു. വേണ്ട പോസിറ്റീവ് പ്രതികരണം കിട്ടിയിട്ടില്ല എന്ന്. പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിഞ്ഞുകൊടുത്തപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് വാക്കുകൊടുത്തതായിരുന്നു കോൺഗ്രസ് നേതൃത്വം അടുത്ത തവണ താനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന്. എന്നാൽ ചെന്നിത്തലയ്ക്ക് വളരെ ഊഷ്മളമായൊരു സ്വീകരണം ഡൽഹിയിൽ ലഭിച്ചില്ല എന്ന് റിപ്പോർട്ടുണ്ട്. സതീശൻ പ്രശ്നമുണ്ടാക്കുകയാണ്, ആളെ ഇറക്കി കലാപമുണ്ടാക്കിയാണെന്ന റിപ്പോർട്ടാണ് ഹൈക്കമാൻഡ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ ഇപ്പോൾ KC വേണുഗോപാലിന് അനുകൂലമായ റിപ്പോർട്ടാണ് കിട്ടിയിരിക്കുന്നത്. MLA-മാരുടെ പിന്തുണയാണ് പ്രധാനപ്പെട്ടത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട് എന്നാണ് ഡൽഹി വൃത്തങ്ങൾ നൽകുന്ന സൂചന. എല്ലാ കാലത്തും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ഉദാഹരണം പറയുന്നത്, രാജസ്ഥാനിൽ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടും
സച്ചിൻ പൈലറ്റും തമ്മിൽ വലിയ തർക്കമുണ്ടാവുന്നു. ഇടക്കാലത്ത് സച്ചിൻ പൈലറ്റ് പാർട്ടി വിട്ടേക്കും എന്ന സൂചന പോലും ഉണ്ടാവുന്നു. ഈ ഘട്ടത്തിൽ സച്ചിൻ പൈലറ്റിനെ തിരഞ്ഞെടുക്കാനായിരുന്നു രാഹുൽ ഗാന്ധിക്ക് താല്പര്യം. സച്ചിൻ പൈലറ്റിനോട് അത്രമാത്രം അടുപ്പം രാഹുലിനുണ്ടായിരുന്നു. എന്നാൽ MLA-മാരുടെ പിന്തുണ അശോക് ഗെഹ്ലോട്ടിനൊപ്പമായിരുന്നു. ആ സാഹചര്യത്തിൽ പിന്തുണയെ മാനദണ്ഡമാക്കിയാണ് ഗെഹ്ലോട്ടിനെ അനുവദിച്ചത്. ആ ഒരു കീഴ്വഴക്കം തന്നെ കേരളത്തിലും തുടരണം എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ജനരോഷം താൽക്കാലികമാണെന്നും പ്രഖ്യാപനമുണ്ടാകുന്ന സമയത്തുണ്ടാകുന്ന പൊട്ടിത്തെറി പതിയെ പതിയെ ഇല്ലാതാകുമെന്നും ശക്തമായ നടപടികളിലൂടെ മുമ്പോട്ട് പോയാൽ എല്ലാം ശരിയാവും എന്ന് വിശ്വസിക്കുന്നവരാണ് KC പിന്തുണയ്ക്കുന്നവർ. തീർച്ചയായും കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന തീരുമാനമായിരിക്കും അത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് K. സുധാകരൻ മത്സരിക്കാൻ ശ്രമിച്ചപ്പോൾ പരസ്യമായി പ്രഖ്യാപിക്കപ്പെട്ട നിലപാട് MP-മാർ വേണ്ട എന്നതാണ്. അടുപ്രകാശും K. സുധാകരനും അടക്കമുള്ളവർ മത്സരിക്കാൻ രംഗത്ത് വന്നപ്പോൾ വേണ്ട എന്നത് ഒരു പോളിസി മാറ്ററായി എടുത്തെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ആ പോളിസി മാറ്റുന്നത് എന്തിനെ എന്ന ചോദ്യമാണ് സാധാരണ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. മാത്രമല്ല KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ 2 ഉപതെരഞ്ഞെടുപ്പുകളെ നേരിടേണ്ടി വരും. ഒന്ന്, KC വേണുഗോപാൽ ആലപ്പുഴ MP സ്ഥാനം രാജിവെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. രണ്ടാമത്തത്, KC വേണുഗോപാലിന് വേണ്ടി ഏതെങ്കിലും ഒരു MLA രാജിവെക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഉപതെരഞ്ഞെടുപ്പും. ഇത് രണ്ടും തിരിച്ചടിയായി മാറും എന്നാണ് VD പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. KCയുടെ മുമ്പിൽ 2 സീറ്റുകളാണ് പറയപ്പെടുന്നത്. ഒന്ന്, KCയുടെ തട്ടകമായ ആലപ്പുഴയിൽ ഇപ്പോൾ ജയിച്ചിരിക്കുന്ന തോമസ്, മത്സ്യത്തൊഴിലാളി തോമസ് യാദൃച്ഛികമായി ജയിച്ചു വന്നതാണ്. ഏതാണ്ട് 20,000-ലധികം വോട്ടുകൾക്കാണ് ചിത്തരഞ്ജനെ തോൽപ്പിച്ചത്. തോമസ് അവിടെ നിന്ന് മാറിക്കൊടുക്കുമെന്നും അവിടെ KC വേണുഗോപാൽ മത്സരിക്കുമെന്നുമാണ് ഒരു കഥ. പകരം തോമസിനെ ലോക്സഭയിലേക്ക് വിടും. ലോക്സഭ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലപ്പുഴ സീറ്റിൽ തോമസിന് സീറ്റ് കൊടുക്കുമെന്നതാണ് ഒരു ധാരണ. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ താൻ ഒഴിഞ്ഞു കൊടുക്കാൻ ഒരുക്കമാണെന്ന് തോമസ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആലപ്പുഴയേക്കാൾ സുരക്ഷിത മണ്ഡലം ഒരിക്കലും UDF തോൽക്കാത്ത ഇരിക്കൂറാണ് എന്നാണ് മറ്റൊരു റിപ്പോർട്ട്. കണ്ണൂരുകാരനാണ് KC വേണുഗോപാൽ. മാത്രമല്ല ഇരിക്കൂറിൽ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും ജയിക്കുമെന്നതിന് തെളിവാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്ന സജീവ് ജോസഫ്. വാസ്തവത്തിൽ ഇരിക്കൂറിൽ KC ജോസഫ് ഒഴിഞ്ഞുകൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ നിർദ്ദേശപ്രകാരം KCയുടെ പിൻഗാമിയായി സോണി സെബാസ്റ്റ്യൻ സീറ്റ് കൊടുക്കാനായിരുന്നു. ഇരിക്കൂറുകാരനായ സോണി സെബാസ്റ്റ്യൻ ഉറപ്പായും KC ജോസഫിന് ശേഷം അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നു. എന്നാൽ KC വേണുഗോപാൽ ഇടപെട്ട അവസാന നിമിഷം സജീവ് ജോസഫിനെ അവിടെ ഇറക്കുകയായിരുന്നു. സജീവ് ജോസഫ് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ 2ാം തവണയും ജയിച്ചിരിക്കുന്നത്. ഏതാണ്ട് 30,000-ലധികം ഭൂരിപക്ഷമുണ്ട്. അവിടെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എതിർപ്പുണ്ടായാലും വിജയം ഉറപ്പാണ്. അങ്ങനെ ഇരിക്കൂറാണ് ഏറ്റവും മികച്ച സീറ്റ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ KC വേണുഗോപാൽ ഇരിക്കൂർ അല്ലെങ്കിൽ ആലപ്പുഴ ഈ 2 സീറ്റിൽ ഒരിടത്ത് മത്സരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ എവിടെ KC വേണുഗോപാൽ മത്സരിച്ചാലും അവിടെ വലിയ തോതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് നിന്ന് KCയെ തോൽപ്പിക്കും, പ്രത്യേകിച്ച് VD ഇഷ്ടപ്പെടുന്നവർ തോൽപ്പിക്കുമെന്ന സാഹചര്യം ഒരു വശത്തുണ്ട്. അതൊക്കെ താൽക്കാലികമാണ്, കെട്ടടങ്ങും എന്നാണ് KCയെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത്. എന്നാൽ യഥാർത്ഥ ഭീഷണി അതൊന്നുമല്ല. KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് രാജിവെച്ചാൽ ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ചലനം സൃഷ്ടിക്കാനുള്ള നീക്കം BJP നടത്തും. UP അധികാരത്തിലെത്തി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാൽ അമിത്ഷായെ പോലെ ആഭ്യന്തരമന്ത്രി പദവിയിൽ എത്തേണ്ടയാളാണ് KC വേണുഗോപാൽ എന്നും KC വേണുഗോപാൽ അത് വേണ്ടെന്ന് വെച്ച് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ എത്തുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിലും അധികാരം കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടില്ല എന്ന ഒരു ഉറച്ച തിരിച്ചറിവിന് പുറത്താണെന്നും BJP നേതൃത്വം പ്രചരണം നടത്തും. ഇത് വലിയ തോതിൽ BJPയുടെ ദേശീയ സാധ്യതയെ ബാധിക്കും. മാത്രമല്ല ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ സകലരെ ഞെട്ടിച്ചുകൊണ്ട് മുന്നേറ്റം നടത്തിയിരുന്നു. ഇക്കുറി ശോഭാ സുരേന്ദ്രനെ തന്നെ അവിടെ പരീക്ഷിക്കുമെന്നും KCക്ക് പകരം മറ്റൊരാൾ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ BJP സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ എത്തുമെന്നും ആ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടി സാക്ഷാൽ മോദി തന്നെ അവിടെ എത്തി ക്യാമ്പ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുണ്ട്. തിരുവല്ലയിൽ നേരിട്ട് മോദി എത്തി നടത്തിയ ഒരു ഇടപെടൽ യാതൊരു പ്രാധാന്യവുമില്ലായിരുന്ന BJP രണ്ടാമതെത്തിച്ചു. ഓർക്കണം, 1/4 നൂറ്റാണ്ടായി തിരുവല്ലയുടെ MLA ആയിരുന്ന മാത്യു ടി തോമസ് മൂന്നാമനായി. അനൂപ് ആന്റണിയാണ് രണ്ടാമതെത്തിയത്. അതായത് മോദിക്ക് ഇപ്പോഴും ഇവിടെ സ്വീകാര്യതയുണ്ട്. ആലപ്പുഴയിൽ മോദിയെ എത്തിച്ചാൽ തന്നെ തീർച്ചയായും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നും മാത്രമല്ല KCയുടെ എതിർപ്പുള്ള കോൺഗ്രസ്സുകാർ ആലപ്പുഴയിൽ BJPക്ക് വോട്ട് ചെയ്തേക്കുമെന്ന ആശങ്കയുമുണ്ട്. വലിയ തോതിൽ KCയെ തോൽപ്പിക്കുക എന്ന വാശിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ട്. ഇത്തരം സാഹചര്യങ്ങൾ രൂപപ്പെടുന്നത് മാത്രമാണ് KCക്കെതിരെ മാറുന്നത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഇത്തരം വിഷയങ്ങൾ എത്തിയാൽ രാഹുൽ ഗൗരവത്തോടെ കാണുമെന്നും അതുകൊണ്ട് KC ഇതിനിടയിൽ മറ്റൊരു തിയറി ഉയർന്നു വരുന്നത്, ഒരു കാരണവശാലും തനിക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ KC വേണുഗോപാൽ VD സതീശനെ വെട്ടാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചേക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. രമേശ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി AP അനിൽകുമാർ ഇന്നലെ പോയതുപോലും അതുകൊണ്ടാണത്രേ. രമേശ് ചെന്നിത്തലയുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള നീക്കം KC ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി കസേര നിഷേധിക്കപ്പെട്ടാൽ രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കാനാണ് തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ. ചുരുക്കി പറഞ്ഞാൽ ജനപിന്തുണ അതിശക്തമായി ഉണ്ടെങ്കിലും VD സതീശന് സാധ്യത മങ്ങുകയാണ്.
കെ.സി. വേണുഗോപാലിന് തന്നെയാണ് സാധ്യത. കെ.സിക്ക് മറ്റു സമ്മർദ്ദങ്ങളാൽ അത് ഏറ്റെടുക്കാൻ കഴിയാതെ വന്നാൽ പകരം അതിശക്തമായ നിലപാടെടുത്ത് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ കെ.സി. നീക്കം നടത്തിയേക്കും എന്നാണ് വാർത്തകൾ. എന്തായാലും കോൺഗ്രസ് ആഭ്യന്തര കലകം മൂർച്ഛിക്കുകയാണ്. ഈ ദിവസം AICC പ്രസിഡന്റ് ഖാർഗെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ഞായറാഴ്ച ആയിരിക്കും പ്രഖ്യാപനം എന്നാണ് റിപ്പോർട്ട്. ആ പ്രഖ്യാപനം കെ.സിക്ക് അനുകൂലമാണ് എന്ന് പറയുന്നു. ഇന്നും നാളെയുമായിരിക്കും അന്തിമ നീക്കങ്ങൾ നടക്കുക. ഈ നീക്കങ്ങൾക്കൊടുവിൽ കെ.സിയെ വെട്ടാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ.